നമസ്കാരം. തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഒരു മുഴം മുന്നേ ഇറങ്ങി കളം പിടിച്ചിരിക്കുകയാണ് ഇടതുമുന്നണി. 6 മണ്ഡലങ്ങളിലെ തോൽവി ആശങ്കയിലാണ് കോൺഗ്രസ് ഉള്ളത്. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെ BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടനെത്തും. NDAയിലും ഇന്ത്യ മുന്നണിയിലും സീറ്റ് വിഭജനങ്ങൾ ദേശീയ തലത്തിൽ പൂർത്തിയാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രം നോക്കാം. മഹാഭാരത യുദ്ധം, ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലേക്ക് സ്വാഗതം. പ്രഖ്യാപനത്തിന് മുൻപേ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ മുന്നണികൾ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത് സംസ്ഥാനത്ത് ഇതാദ്യമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും UDFിലെ ലീഗ്, കേരള കോൺഗ്രസ്, RSP സ്ഥാനാർത്ഥികളും പ്രചാരണത്തിലേക്ക് കടന്നപ്പോൾ കോൺഗ്രസ് NDA സ്ഥാനാർത്ഥികൾ മാത്രം കളത്തിലില്ല. പുതിയ കാലം, പുതിയ രാഷ്ട്രീയം, പുതിയ രീതികൾ എല്ലാം മാറുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രീതികളും പാടെ മാറുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം മാത്രം സ്ഥാനാർത്ഥികളെ നടത്തി പ്രഖ്യാപിക്കുന്നതായിരുന്നു കേരളത്തിലെ മുന്നണികളുടെ നടപ്പ് രീതി. 2018 ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് ഏക അപവാദം. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എതിരാളികളെക്കാൾ മുൻപേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങുന്നതാണ് LDFിന്റെ സ്ഥിരം രീതി. എന്നാൽ തിരഞ്ഞെടുപ്പ് തീയതി പുറത്തു വരും മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങുന്നത് LDFിനും ഇത് ആദ്യ അനുഭവം. സീറ്റ് വിഭജനം പൂർത്തിയായതിനു പിന്നാലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് എമ്മാണ് ആദ്യം പ്രചാരണം തുടങ്ങിയത്. തുടർന്ന് CPM CPIയും സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി. UDFിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഭാഗവും RSPയുമാണ് ആദ്യമേ പ്രചാരണത്തിൽ സജീവമായത്. ലീഗും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയിരിക്കുന്നു. മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ടും വോട്ട് ബാങ്കുകൾ നിയന്ത്രിക്കുന്നതുമായി ബന്ധമുറപ്പിച്ചും സംഘടനാ സംവിധാനം ചലിപ്പിച്ചുമാണ് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പ്രചാരണം. നോമിനേഷൻ വരെ ഇത് തുടരും. പ്രചാരണം ചൂടുപിടിക്കുമ്പോഴും കോൺഗ്രസ് NDA സ്ഥാനാർത്ഥികൾക്ക് ഇനിയും കളത്തിലിറങ്ങാനായിട്ടില്ല. സീറ്റുറപ്പായ കോൺഗ്രസിന്റെ സിറ്റിംഗ് MPമാരെല്ലാവരും പോസ്റ്ററും ഫ്ലെക്സും അടിച്ച് സജ്ജരാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തതാണ് രംഗത്തിറങ്ങാൻ തടസ്സം. NDA സ്ഥാനാർത്ഥികളാകാൻ കുപ്പായമിട്ടിരിക്കുന്നവർക്കും ഇതുതന്നെയാണ് തടസ്സം. നേരത്തെ പ്രചാരണം തുടങ്ങുന്നത് ചെലവേറിയ ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ പ്രചാരണം കൊഴിപ്പിക്കാൻ പല സ്ഥാനാർത്ഥികൾക്കും മടിയുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. കോൺഗ്രസിനും BJPക്കും മുൻപേ പ്രചാരണ രംഗത്ത് സജീവമായെങ്കിലും ഇടതു മുന്നണിക്ക് വെല്ലുവിളിയായി നിരവധി വിഷയങ്ങളുണ്ട്. വിലക്കയറ്റം മുതൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും. വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രചാരണ രംഗത്ത് സജീവമാകാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം ഇടത് ക്യാമ്പിലുണ്ട്. എന്നാൽ വോട്ടർമാരുടെ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും. വിലക്കയറ്റവും സപ്ലൈകോ പ്രതിസന്ധിയും നികുതി വർധനയും മുതൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരെ നീളുന്നു ആ പട്ടിക. തെരഞ്ഞെടുപ്പിന് മുൻപ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനമെടുത്തെങ്കിലും ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനം നേരിടുന്ന എല്ലാ പ്രതിസന്ധിക്കും കാരണം കേന്ദ്ര സർക്കാരാണെന്ന പതിവ് പല്ലവി ആവർത്തിക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് പ്രചാരണ രംഗത്തെ മറ്റൊരു പ്രതിസന്ധി. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ ഉയർന്നുവരുന്നു. ഇപ്പോൾ നടന്നുവരുന്ന കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ടു പോകുമെന്ന ആശങ്കയും നേതൃത്വത്തെ അലട്ടുന്നുണ്ട്. TP ചന്ദ്രശേഖരൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട് പുതിയ വിധിയും CPMനെ പ്രതിരോധത്തിലാക്കുന്നു. KK ശൈലജ മത്സരിക്കുന്ന വടകരയിലാണ് TP വധം ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത്. കോടതി വിധി അംഗീകരിക്കുന്നു എന്ന കരുതലോടെ പ്രതികരിച്ച ശൈലജയുടെ മുൻകാല ഫേസ്ബുക്ക് പോസ്റ്റുകളും EP ജയരാജൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളും ആയുധമാക്കുകയാണ് മറുപക്ഷം. കോൺഗ്രസും BJPയും കൂടി രംഗത്തിറങ്ങുന്നതോടെ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്ന വിവിധ വിഷയങ്ങൾ പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പ്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. CPIMന് ചെയ്യുന്ന വോട്ട് ഫലത്തിൽ BJPയെ സഹായിക്കുമെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിലെ തുടർ ഭരണം BJPയുടെ സംഭാവനയാണ്. ഇരു പാർട്ടികളുടെയും ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയാണ് CPIM. സ്വാർത്ഥ താല്പര്യം കൊണ്ട് ചിലർ കോൺഗ്രസ് വിട്ടാലും തകരുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക്, ഇടതു മുന്നണിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ചെറു ചലനം പോലും ഉണ്ടാക്കാൻ കഴിയില്ല. കോഴി കോട്ടുവായിരുന്നത് പോലെയാണ് CPM ദേശീയ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുന്നത്. ഇത്തവണയും ആ MPയും ഇല്ലാതാകാൻ പോകുന്ന 20 സീറ്റും UDF ജയിക്കാൻ പോകുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഈ ഭരണകൂടം BJPയുടെ സൃഷ്ടിയാണ്. തുടർ ഭരണം BJPയുടെ സംഭാവനയാണ്. കാരണം BJPയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം. ഇടതു മുന്നണിയുടെ ലക്ഷ്യം കോൺഗ്രസിനെ UDFനെ പരാജയപ്പെടുത്തി തുടർഭരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വൻ വിജയം പ്രതീക്ഷിക്കുന്നുവെന്ന LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ.
കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾ പ്രചാരണായുധമാക്കുമെന്നും തലസ്ഥാനത്തെ ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പന്ന്യൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സുനിഷ ഇയല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തലസ്ഥാനത്ത് ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞു LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. കോമ്രേഡ്, ഈ ഒരു തിരക്ക്, ഒരുപക്ഷെ റോഡ് ഷോയിൽ കാണുന്ന ഈ ഒരു ആൾക്കൂട്ടം ചൂണ്ടിക്കാണിക്കുന്നത് വിജയപ്രതീക്ഷയാണോ? ഞങ്ങൾ വലിയ തയ്യാറെടുപ്പൊന്നും നടത്താതെയാണ് ഇത് പെട്ടെന്ന് സംഘടിപ്പിച്ചതാണ്. ഒന്ന് ജനങ്ങളെ മുമ്പിലേക്ക് വരണം എന്നുള്ളതും സംഘടിപ്പിച്ചതാണ്. ജനങ്ങളെപ്പോൾ നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഇങ്ങനെ സ്ഥാനാർത്ഥിയാണെന്ന രീതിയിൽ ജനങ്ങളെ മുമ്പിലേക്ക് വരാനാണ്. എന്നാൽ നമ്മുടെ മനസ്സിനകത്തുള്ള ധാരണയല്ല ഇവിടെ കാണുന്നത്. കാരണം അവർക്ക് ഇനി പ്രതീക്ഷ നമ്മളിലാണ്. കാരണം രാജ്യം അവർ കാണുന്നുണ്ട്. ആ രാജ്യത്തെ ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റിനോട് കാണിക്കുന്ന അനീതി കാണുന്നുണ്ട്. അതിനെല്ലാം എതിരായി പോരാടാൻ ഇടതുപക്ഷത്തിനേ കഴിയൂ. ഞങ്ങൾ ഈ നാട്ടിൽ ആ പ്രതീക്ഷക്കനുസരിച്ച് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. ആ ഗവൺമെൻറ്റിനെ തകർക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി പണം പിടിച്ചു വെച്ചുകൊണ്ട് കേരളത്തെ വീർപ്പ് പിടിച്ചു കൊല്ലാൻ അതിനനുകൂലിക്കുകയാണ് UDF. ഇത് ജനങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഈ കാര്യത്തിൽ അവരുടെ ഈ ജനവിധിയിലൂടെ അവരതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് പൂർണ്ണ ബോധ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാന ആയുധമാക്കുന്നതും അത് തന്നെയാണോ? കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റ് ഭരണവും കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അനീതിയും അത് നമ്മൾ പൂർണ്ണമായും കാണിക്കും. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കൊഴുത്തൊരു മത്സരമാണ്. ഒരുപക്ഷെ ശശി തരൂർ MP ആണ് എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ BJPയും പ്രഖ്യാപിക്കും. അപ്പോൾ മത്സരം എത്രത്തോളം വരും എന്നുള്ളത്? ആര് വന്നാലും ഇവിടെ ആശയ സമരമാണ്. ഇവിടെ മത്സരിക്കുന്നത് ആര് എന്നുള്ളതല്ല വിഷയം. 3 പ്രധാനപ്പെട്ട ആശയം തമ്മിലുള്ള മത്സരമാണ്. ആ കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായും ജനങ്ങളെ കൂടെയാണെന്ന് അവർക്കെല്ലാം അറിയാം. മത്സരിക്കുന്നത് എതിരാരായാലും ശക്തമായൊരു പോരാട്ടം തന്നെ ഇത്തവണ ഉണ്ടാകുമെന്നത് തന്നെയാണ് ഇവരുടെ ശുഭപ്രതീക്ഷ. അതിൻ്റെ ആവേശത്തിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥിയുമുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകോർക്കൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇയല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അതേസമയം ഏത് മണ്ഡലം കിട്ടിയാലും മത്സരിക്കാൻ തയ്യാറെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. ഏത് സംസ്ഥാനവും ഒരേപോലെ. താൻ എവിടെ മത്സരിക്കണമെന്ന് തന്റെ നേതാക്കൾ തീരുമാനിക്കുമെന്നും അപ്പോൾ എല്ലാവരെയും അറിയിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞാനൊരു മലയാളിയാണ്. ഞാൻ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസറുടെ മോനാണ്. എനിക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഞാൻ അങ്ങനെ നോക്കുന്നില്ല. ഞാനൊരു മലയാളിയാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ പോവില്ല. ഞാനൊരു ബാംഗ്ലൂരിലാണ് വീട്, അപ്പോൾ അങ്ങോട്ട് പോവില്ല. അങ്ങനെ എൻ്റെ ഒരു ഫീലിംഗ് ഇല്ല. ഞാനൊരു ട്രൂ നാഷണലിസ്റ്റ് ഇന്ത്യനാണ്. എനിക്ക് എവിടെയും പോയിട്ട് ആൾക്കാരെ സെർവ് ചെയ്യാനും ജനങ്ങളെ സെർവ് ചെയ്യാനും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഞാൻ ചെയ്യും. അത് ഏതാണ് കോൺസ്റ്റിറ്റ്യുവൻസി, എൻ്റെ ലീഡർഷിപ്പ് പറഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലും മത്സരിച്ചേക്കും. വാരണാസിക്ക് പുറമെ രണ്ടാമത്തെ മണ്ഡലമായി തമിഴ്നാട്ടിലെ രാമനാഥപുരവും പരിഗണിക്കുന്നതായാണ് സൂചന. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറക്കും. പത്തനംതിട്ടയിൽ K സുരേന്ദ്രനും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനുമാണ് സാധ്യത. ദില്ലിയിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് ദക്ഷിണേന്ത്യയിൽ കൂടി നരേന്ദ്രമോദി മത്സരിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്തത്. തമിഴ്നാട്ടിലെ രാമനാഥപുരമാണ് രണ്ടാമത് മണ്ഡലമായി മോദിക്ക് വേണ്ടി പരിഗണിക്കുന്നത്. BJP തമിഴ്നാട് ഘടകം നേരത്തെ തന്നെ ഈ ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് മുമ്പാകെ വച്ചിരുന്നു. വാരണാസിക്ക് പുറമെ തമിഴ്നാട്ടിൽ കൂടി മോദി മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഒന്നാകെ പാർട്ടിക്ക് നേട്ടമുണ്ടാകുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. രാമക്ഷേത്രം മുൻനിർത്തി ഉത്തരേന്ത്യയെയും ദക്ഷിണേന്ത്യയെയും കോർത്തിണക്കിയുള്ള പ്രചാരണമാണ് BJP ലക്ഷ്യമിടുന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രധാന രാമക്ഷേത്രമായ രാമേശ്വരം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് രാമനാഥപുരം. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പ് പ്രധാനമന്ത്രി ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി രാമനാഥപുരത്തിന് വലിയ പ്രാധാന്യമാണ് BJP നൽകി വരുന്നത്. BJP തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലയുടെ പദയാത്ര ആരംഭിച്ചതും രാമനാഥപുരത്ത് നിന്നായിരുന്നു. 4 തെരഞ്ഞെടുപ്പുകളിൽ 3ലും DMK സഖ്യത്തിനായിരുന്നു ഇവിടെ വിജയം. മുസ്ലിം ലീഗിന്റെ നവാസ് കനി 1.25 ലക്ഷത്തിലേറെ വോട്ടിനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. എന്നാൽ വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് മുസ്ലിം ന്യൂനപക്ഷ സ്വാധീന മേഖലയിൽ മോദി പോരിന് തയ്യാറെടുക്കുന്നത്. 2014-ൽ വാരണാസിക്ക് പുറമെ വഡോദരയിലും മോദി മത്സരിച്ചിരുന്നു. ഇലക്ഷൻ ഡെസ്ക്, റിപ്പോർട്ടർ. രണ്ടാം സീറ്റായി രാമനാഥപുരം മോദി പരിഗണിക്കുമ്പോൾ BJP ലക്ഷ്യമിടുന്നത് ദക്ഷിണേന്ത്യ ആകെ. രാമേശ്വരം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ BJP കണ്ണുവെക്കുന്നത് പ്രത്യേക ലക്ഷ്യങ്ങളോടെയാണ്. മണ്ഡലപരിചയത്തിൽ ഇന്ന് കാണാം രാമേശ്വരവും ധനുഷ്കോടിയും പാമ്പൻ പാലവും ഉൾപ്പെടുന്ന രാമനാഥപുരത്ത്.
കാശി കഴിഞ്ഞാൽ രാമേശ്വരമാണ്. ഹിന്ദു വിശ്വാസപ്രകാരം രാമൻ സീതയെ വീണ്ടെടുക്കാൻ ലങ്കയിലേക്ക് പോയ രാമസേതുവിലേക്ക് തുറക്കുന്ന മുനമ്പ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ അത്ഭുതമായ പാമ്പൻ പാലം. രാമക്ഷേത്രം ഉത്തരേന്ത്യയുടെ അതേ തോതിൽ ദക്ഷിണേന്ത്യയിൽ പ്രചാരണായുധമാക്കാൻ ശ്രമിക്കുന്ന BJP തുടക്കത്തിലെ കണ്ണുവെച്ചിരിക്കുന്നു രാമേശ്വരത്ത്. പ്രാണപ്രതിഷ്ഠയ്ക്കായി അയോധ്യയിലേക്ക് പോകുന്നതിന് മുൻപ് മോദി വന്നത് രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിച്ച ചെങ്കോൾ തമിഴ്നാട്ടിലെ തിരുവാതുറൈ അധീനത്തിലേതും. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ BJPയുടെ തമിഴ്നാട് പദ്ധതി വ്യക്തം. കാശി എന്ന വാരണസിയിൽ മത്സരിക്കുന്ന മോദി രാമേശ്വരം അടങ്ങുന്ന രാമനാഥപുരത്തേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിലൂടെ ദക്ഷിണേന്ത്യയാണ് ലക്ഷ്യം. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കാര്യമായി സ്വാധീനമുള്ള മണ്ഡലത്തിലെ നിലവിലെ MP മുസ്ലിം ലീഗിലെ നവാസ് ഖനിയാണ്. DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ഇക്കുറിയും ലീഗിന് നൽകിയ രാമനാഥപുരത്ത് വീണ്ടും സ്ഥാനാർത്ഥി നവാസ് ഖനി തന്നെ. കേരളത്തിന് പുറത്ത് ലീഗ് മത്സരിക്കുന്ന ഏക സീറ്റ് കൂടിയാണിത്. അവിടേക്കാണ് മോദി വന്നേക്കുമെന്നുള്ള സൂചനയുള്ളത്. 6 നിയമസഭാ മണ്ഡലങ്ങളാണ് രാമനാഥപുരത്തുള്ളത്. തിരുച്ചുള്ളി, പരംകുടി, തിരുവടനൈ, മുതുകുളത്തൂർ, അരൻതങ്കി, രാമനാഥപുരം. 6 DMKയും 2 കോൺഗ്രസും. മണ്ഡലം രൂപീകരിച്ച 1951 മുതൽ 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് കോൺഗ്രസ്. പിന്നീട് ദ്രാവിഡ പാർട്ടികൾ മണ്ഡലം പിടിച്ചെടുത്തു. 2004-ലും 2009-ലും DMKയും 2014-ൽ അണ്ണാ DMKയും മണ്ഡലം നേടി. 1,27,000-ലധികം വോട്ടുകൾക്കാണ് നവാസ് ഖനി കഴിഞ്ഞ തവണ ജയിച്ചത്. 2ാം സ്ഥാനത്തെത്തിയത് BJPയും. മോദി വന്നാൽ 1964-ൽ ധനുഷ്കോടിയെ മുക്കിയ കൊടുങ്കാറ്റ് പോലൊന്ന് രാഷ്ട്രീയത്തിൽ സംഭവിക്കുമോ എന്നതാണ് ചോദ്യം. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് LDF. വയനാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നും വിജയിക്കാനാണ് ഈ മത്സരമെന്നും LDF സ്ഥാനാർത്ഥി ആനി രാജ പ്രതികരിച്ചു. പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് റോഡ് ഷോ നടന്നു. വിജയിക്കാനുള്ള മത്സരമാണിതെന്നും മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ അനുകൂലമായി ചിന്തിക്കുമെന്നും ആനിരാജ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കും, ജനങ്ങളോടൊപ്പം ചേർന്നു നിന്ന് അതിൽ പങ്കാളിയാകുമെന്നും ആനി വ്യക്തമാക്കി. വയനാട്ടിലെ മാത്രമല്ല കേരളത്തിലെ 20 സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വിമർശനങ്ങൾക്കൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതീതരല്ല. അതുകൊണ്ട് അവർ നമ്മുടെ ശത്രുക്കളാണെന്നോ അവർ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണെന്നോ എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. രാവിലെ 10:30 വയനാട് അതിർത്തിയിലെ ബോയ്സ് ടൗണിലെത്തിയ സ്ഥാനാർത്ഥിയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ മാനന്തവാടിയിലേക്ക്. നഗരം ചുറ്റി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത സ്ഥാനാർത്ഥി ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചു. വൈകിട്ട് 6 മണിയോടെ സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ഓഫീസിൽ സമീപത്തു നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ 100 കണക്കിന് ഇടതുമുന്നണി പ്രവർത്തകർ പങ്കെടുത്തു. കൽപ്പറ്റ കാനറ ബാങ്ക് പരിസരത്താണ് റോഡ് ഷോ അവസാനിച്ചത്. നാളെ തിരുവമ്പാടി മണ്ഡലത്തിലാണ് റോഡ് ഷോ നടക്കുക. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ഇഡിക്ക് ഇട്ടുകൊടുത്തത് മുസ്ലിം ലീഗ് നേതാക്കളാണെന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ. നോട്ട് നിരോധന കാലത്ത് 10 കോടി രൂപ ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഹൈദരലി തങ്ങളെ ഇഡി ചോദ്യം ചെയ്തത്. പണം നിക്ഷേപിച്ചതും ചെക്ക് മാറ്റിക്കൊണ്ടുവന്നതും മറ്റൊരു വ്യക്തിയായിരുന്നു. ഹൈദരലി തങ്ങൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്നും ഹംസ റിപ്പോർട്ടർ അശ്വമേധത്തിൽ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളെ ഉന്നം വെച്ചാണ് KS ഹംസയുടെ വെളിപ്പെടുത്തൽ. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചതോടെയാണ് തന്നെ ലീഗിൽ നിന്ന് പുറത്താക്കിയത്. 10 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടിനാണ് ഹൈദരലി തങ്ങളെ ഇഡി ചോദ്യം ചെയ്തത്. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്നും ഹംസ റിപ്പോർട്ടറിനോട് പറഞ്ഞു. തങ്ങളുടെ ഒപ്പിട്ട ചെക്ക് തങ്ങളെ കൊണ്ട് ചുരു വരച്ചു കൊടുക്കും, കൊണ്ട് വരച്ചു കൊടുക്കും. ആ ചെക്ക് കൊണ്ട് ആ കാശ് ബിൽഡർ എഴുതും. ഈടിന് അവസാനം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളെല്ലാവരും കൂടി ഇഡിയോട് മൊഴി കൊടുത്തപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കാശ് തങ്ങളെടുത്തു, തങ്ങൾ ഇഡിക്ക് മുമ്പ് വിട്ടുകൊടുത്തു. പണാധിപത്യമാണ് ഇപ്പോൾ ലീഗിൽ സംഭവിക്കുന്നത്. ആശയങ്ങളുടെ പോരാട്ടമാണ് തിരഞ്ഞെടുപ്പ്. അവിടെ വ്യക്തികൾക്കല്ല പ്രാധാന്യമെന്നും KS ഹംസ വ്യക്തമാക്കി. റിപ്പോർട്ടർ തിരൂർ.
ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം പൊന്നാനി മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമായിരുന്നു. കാണാം അശ്വമേധ കാഴ്ചകൾ പൊന്നാനിയിൽ. തുറമുഖ നഗരമാണ്, കലാ സാംസ്കാരിക ചരിത്രമുള്ള നാടാണ് പൊന്നാനി. വലിയ രാഷ്ട്രീയ അടിയൊഴുക്കുകളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ പൊന്നാനിയിലൂടെയുള്ള നമ്മളുടെ അശ്വമേധം യാത്ര ആരംഭിക്കുന്നു. മൊട്ടപ്പത്തിരിയെ കുറിച്ചാണ് എവിടെ പോയാലും പറഞ്ഞു കേൾക്കാറുള്ളൂ. രാഷ്ട്രീയവും മൊട്ടപ്പത്തിരിയും. ഇവിടുത്തെ മൊട്ടപ്പത്തിരി എങ്ങനെയാ? പൊന്നാനിയുടെ മാത്രം പ്രത്യേകതയായി മൊട്ടപ്പത്തിരിക്കൊപ്പം രാഷ്ട്രീയവും വെന്തുകൊണ്ടിരിക്കുന്നു, പാകമായി വരുന്നു. എന്താ പൊന്നാനിയിലെ ഒരു സാധ്യത? ഹംസ തന്നെയാണ്. ഹംസ കേസ് ഹംസയോ? ഇത്തവണ അട്ടിമറി ഉണ്ടാവുമോ പൊന്നാനിയിൽ? ഹലോ ജാക്കി, ബുദ്ധിമുട്ടുണ്ടോ? നമ്മളിപ്പോ ഇവിടെ ചെറിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അപ്പോൾ അനങ്ങുന്നില്ല, പറക്കം തളികയിൽ പറയുന്നത് പോലെ. ഇന്നലെ നമ്മൾ കൊണ്ടോട്ടിയിൽ ഉണ്ടാക്കിയ ട്രാഫിക് ബ്ലോക്കിന്റെ അത്ര പോരാ. നമ്മൾ പൊന്നാനി പള്ളിയുടെ മുന്നിലെത്തി. മൗനത്തിൽ ഇസ്ലാം സഭയുടെ പള്ളിയാണ്, ചരിത്രമുള്ള പള്ളിയാണിത്. ആ ചെറുപ്പക്കാരുണ്ട്, പ്ലീസ് ലെറ്റ്സ് ഗോ. ഈ സ്ഥലത്തിന്റെ പേരെന്താ മോനെ? അത് എനിക്കിട്ട് വെച്ചതാണല്ലോ. പൊന്നാനി വന്ന് ഇറങ്ങിയതിനു ശേഷം കേട്ട ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് അബ്ദുൽ സമദ് സമദാനി, ഹംസ, പിന്നെ കേട്ടത് മൊട്ടപ്പത്തി. അതാവരുടൂ നമ്മൾ വന്നെറിഞ്ഞ് അതാ അടിപൊളിയിടോ. സ്ഥാനാർത്ഥി എത്തി. നമസ്കാരം. ആ ഹംസ, സന്തോഷം. ഇരുന്നാട്ടെ, വന്നാട്ടെ മൊട്ടപ്പത്തിരി. പൊന്നാനിയുടെ ദേശീയ ഭക്ഷണമായ മൊട്ടപ്പത്തിരിയിൽ തുടങ്ങാം. ഞാനിവിടെ വന്നപ്പോ ഇക്ബാലിക്ക എന്നോട് ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു. എന്താണെന്നറിയോ? മൊട്ടപ്പത്തിരിയിൽ മുട്ടയില്ല. കേസ് ഹംസയെ പൊന്നാനി സ്വീകരിക്കുമോ എന്ന ചോദ്യമാണ് പൊളിറ്റിക്കൽ ചോദ്യം. മാറ്റൊന്നും ഉണ്ടാവില്ല, 100% ഭൂരിപക്ഷം. CPM-മാർക്ക് അറിയാത്ത ഒരാളാണെങ്കിലും ലീഗുകാർക്കും സമസ്തക്കാർക്കും അറിയുന്ന ഒരാളാണ് ഹംസ. മണ്ഡല സാധ്യത അറിയാനല്ല, സാധ്യതകൾ കൂടുതലാണ്. UDF സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്, അബ്ദുൽ സമദ് സമദാനി. എന്തും ചെയ്യാം. ഈ തൊപ്പി ഞാനൊന്ന് വെക്കട്ടെ? വെച്ചോളൂ. ഈ തൊപ്പി ഇവിടെ വെക്കുന്നു. എന്റെ തൊപ്പി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഓക്കെ, വന്നാ തൊപ്പി ഇടണം എന്നാണല്ലോ പ്രമാണം. തെരഞ്ഞെടുപ്പ് ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടിയുള്ള വോട്ടാണ്, ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയുള്ള വോട്ടാണ്, ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള വോട്ടാണ്. ഇല്ല, മലപ്പുറത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റി എന്ന് പറഞ്ഞത് വളരെ കറക്റ്റായി വിലയിരുത്തി എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ സുഹൃത്ത്. കവിതയുടെ രാഷ്ട്രീയം പൊന്നാനിക്ക് കേൾക്കേണ്ട സമയമാണത്. കഠിൻ ഹൈ രാഹ ഗുസർ തോടി ദൂർ സാത്ത് ചലോ. ഈ വഴി കടന്നു പോകാൻ പ്രയാസമാണ്. തോടി ദൂർ സാത്ത് ചലോ. കുറച്ച് ദൂരം എൻ്റെ കൂടെ നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ എൻ്റെ ഒരു ചോദ്യം, കഠിനമായ വഴിയാണോ പൊന്നാനിയിലിരുന്ന് മറിച്ചൊരു ചോദ്യമുണ്ട്. പൊന്നാനിയിലെ അടിയൊഴുക്കുകൾ നമുക്ക് കൃത്യമായും വേർതിരിച്ചറിയാനായിട്ടില്ല. പക്ഷെ പൊന്നാനിയിൽ വളരെ പ്രധാനപ്പെട്ട അടിയൊഴുക്കുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വരട്ടെ, ഇനി തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷം ചൂടുപിടിക്കട്ടെ. വീണ്ടും എത്താം നാളെ രാവിലെ 7 മണിക്ക്. ഞാനും ജാക്കിയും. നാളെ നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച് ബിൽ സജീവ ചർച്ചയായേക്കും. സർക്കാർ ബില്ലിനെ രാഷ്ട്രീയമായി കാണുന്നത് കൗതുകമെന്ന് ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ബിൽ നടപ്പാക്കുമെന്ന് മറുവിഭാഗത്തിന് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രിയുടെ നിലപാട് ഓർത്തഡോക്സ് സഭയ്ക്ക് ആശ്ചര്യമുണ്ടാക്കി. എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടെന്നും സർക്കാരിന് ഓർത്തഡോക്സ് സഭ മുന്നറിയിപ്പ് നൽകും. രാഷ്ട്രീയ ശക്തിയാകാൻ സഭ ആഗ്രഹിക്കുന്നില്ല. കോടതി വിധി പ്രാവർത്തികമാക്കാൻ സർക്കാർ മനസ്സ് വയ്ക്കണം. എറണാകുളം ജില്ലയ്ക്ക് പുറത്തും ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. സർക്കാർ ചർച്ച് ബില്ലെന്ന ആശയത്തെ പൊളിറ്റിക്കലായി കാണുന്നതിലും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കൗതുകമുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് രാഷ്ട്രീയപരമായി ഉത്തരം കണ്ടെത്തിയാലും എന്തെങ്കിലും ഒരു സ്വാധീനം മറുവിഭാഗത്തിന് അല്ലെങ്കിൽ വിഘടിത വിഭാഗത്തിന് ചെയ്യാനായി കഴിയും. പരമ്പരാഗതമായി അത് UDF-നെ അനുകൂലിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഞങ്ങളുടെ മാർത്തോമൻ പൈതൃകത്തിൻ്റെ ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ ക്വസ്റ്റ്യനാണ്. അതിനെ ആരൊക്കെ കൂടി പള്ളിപിടുത്തമായിട്ടോ സ്വത്തുക്കളുമേലുള്ള ഒരു ആകാംക്ഷയൊക്കെ ചിത്രീകരിക്കുന്നുവെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് മാർത്തോമാ ശ്ലീഹയുടെ പൈതൃകം സംരക്ഷിക്കണം, ഞങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം, സ്വയശീർഷകത്വം സംരക്ഷിക്കണം.
ചർച്ച് ബില്ലിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ആശ്ചര്യമുണ്ടാക്കി. പെട്ടെന്നൊരു സമ്മേളനത്തിൽ പോയി ഇതിനുള്ള സൂചനകളും ഒക്കെ നൽകുക എന്നത് സഭ വളരെ ഉത്കണ്ഠാപരമായിട്ടാണ്, ആശങ്കാപരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങളോട് ഇതുവരെ ചർച്ച് ബില്ലിനെ പറ്റി സർക്കാർ സംസാരിച്ചിട്ടില്ല. സംസ്ഥാനത്തെ 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ സഭയ്ക്ക് സ്വാധീനമുണ്ട്. സഭ ഒന്നിനെയും രാഷ്ട്രീയമായി കാണാൻ ശ്രമിക്കുന്നില്ല. ഈ ബിൽ വിശ്വാസ സമൂഹത്തിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും, അത് തിരുവനന്തപുരം ആയാലും കോട്ടയമായാലും എണ്ണി പറയാം. പക്ഷെ സഭ ഇതിനെ പൊളിറ്റിക്കലായിട്ടല്ല കാണുന്നത്. പൊളിറ്റിക്കൽ സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ ചർച്ച് ബില്ല് ഒരിക്കലും സമാധാനത്തിനുള്ള മാർഗരേഖയല്ല. ഇപ്പം ലഭിച്ചിരിക്കുന്ന സമാധാനം ഇല്ലാതാക്കാനേ ശ്രമിക്കുകയുള്ളൂ. 1934 മലങ്കര സഭാ ഭരണഘടനാ പ്രകാരം പള്ളികളിൽ ഭരണം നടത്തണമെന്ന 2017 സുപ്രീം കോടതി വിധി സർക്കാർ നടപ്പാക്കണമെന്നാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആവശ്യം. റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കാത്തിരിക്കാതെ ജനഹൃദയ യാത്രയിലൂടെ വോട്ട് ചോദിച്ചിറങ്ങി കോഴിക്കോട് MP MK രാഘവൻ. യാത്ര ഉദ്ഘാടനം ചെയ്യാനെത്തിയ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും രാഘവന്റെ വിജയ തുടർച്ചയ്ക്കായി വോട്ട് അഭ്യർത്ഥിച്ചു. നേതാക്കൾ പ്രചാരണത്തിനിറങ്ങാൻ കാരണം സ്ഥാനാർത്ഥി പട്ടികയിൽ തന്റെ പേര് മാത്രം ഉള്ളതുകൊണ്ടാണെന്ന് MK രാഘവൻ പറഞ്ഞു. മലയോര കുടിയേറ്റ ഗ്രാമമായ കട്ടിപ്പാറയിൽ നിന്നാണ് MPയുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള ജനഹൃദയയാത്ര ആരംഭിച്ചത്. UDF നേതാക്കൾ വേദിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ MK രാഘവൻ വോട്ട് തേടിയിറങ്ങി. കട്ടിപ്പാറ ടൗണിലെ കടകളിൽ കയറി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. അഹങ്കാരമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഘവനെ വീണ്ടും വിജയിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല. ഒരു പാർലമെന്റ് മെമ്പർ എങ്ങനെ ആയിരിക്കണം എന്ന് ജനങ്ങൾക്ക് കാണിച്ചു തന്ന പ്രഗത്ഭനായ പാർലമെന്റ് അംഗമാണ്. കോഴിക്കോടിൽ പാർലമെന്റ് മെമ്പറുടെ ഒരു ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങുന്നതും അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതുമായ രാഘവനെ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് വോട്ട് തേടിയിറങ്ങിയതിൽ MK രാഘവന്റെ വിശദീകരണം ഇങ്ങനെ. അത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ പേര് കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പേരേ ഉള്ളൂ, അത് വരും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരാഴ്ച നീളുന്ന ജനഹൃദയ യാത്രയിൽ UDFന്റെ മുതിർന്ന നേതാക്കളും രാഘവന് വേണ്ടി പ്രചാരണത്തിനിറങ്ങും. റിപ്പോർട്ടർ, കോഴിക്കോട്. മഹാഭാരത യുദ്ധം ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി കാണാം ഡിബേറ്റ് വിത്ത് MV നികേഷ് കുമാർ.